കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നടപടികളിലേക്ക് കടക്കാൻ ഇനി ഒരു വർഷം മാത്രമേ ബാക്കിയുള്ളൂ. LDFിന് കിട്ടിയത് ലാഭം. എന്നാൽ അങ്ങനെയല്ല. UDFിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു തവണയെങ്കിലും ഭരണം കിട്ടിയില്ല എങ്കിൽ ആ പാർട്ടിയും മുന്നണിയും ഛിന്ന ഭിന്നമായി തെറിക്കും. ഇപ്പോൾ തന്നെ തമ്മിൽ തല്ലി മരിക്കാനുള്ള എല്ലാ ഉത്സാഹവും കാണിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഇനിയൊരു തോൽവി സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയുന്നതല്ല, പ്രത്യേകിച്ച് പ്രവർത്തകർക്ക്. അവിടെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ലക്ഷ്യം വെക്കുന്ന 63 സീറ്റുകളുടെ അനിവാര്യത ബോധ്യപ്പെടുന്നത്. ഇപ്പോൾ UDFിന് എല്ലാം ചേർന്ന് കയ്യിലുള്ളത് വെറും 41 സീറ്റുകളാണ്. അധികാരം ലഭിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 30 സീറ്റെങ്കിലും പുതുതായി കിട്ടിയില്ല എങ്കിൽ UDF തന്നെ ഇല്ലാതാകും. അതുകൊണ്ട് ആ സീറ്റുകൾ എങ്ങനെ ലഭിക്കുമെന്നും അതിനുള്ള നടപടികൾ എന്തൊക്കെയാണെന്നും ചർച്ച ചെയ്ത് അത് നടപ്പിൽ വരുത്താനുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകേണ്ടുന്ന സമയം ഏറെ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ കോൺഗ്രസും UDFും അതിനുള്ള ചിന്ത പോലും ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇക്കഴിഞ്ഞ KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ തന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ LDFിന്റെ കയ്യിലുള്ള 63 മണ്ഡലങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പണിയാരംഭിച്ചിട്ടുണ്ടെന്നും തന്റെ ആളുകൾ അതിനുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നുവെന്നുമൊക്കെ പറഞ്ഞതായാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ സ്വന്തം ഇഷ്ടത്തിൽ അങ്ങനെയൊരു പണി നടത്താൻ ആരാണ് VD സതീശൻ അധികാരം നൽകിയത് എന്നും അത് തെറ്റാണെന്നുമുള്ള എതിർവാദമുണ്ടായതായും വാർത്തകൾ വന്നു. അതിലെ ശരിയും തെറ്റുമൊക്കെ വിലയിരുത്തുക എന്നതല്ല, അത് നമ്മുടെ ജോലിയല്ല. സതീശൻ ചെയ്തത് ഒരു നല്ല കാര്യമാണെന്നും 63 സീറ്റുകൾ വിജയിപ്പിക്കാൻ എല്ലാവരെയും പുതുതായി ഒന്നിച്ചു നിർത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്തില്ല എങ്കിൽ കോൺഗ്രസ് ഉണ്ടാവില്ല. പ്രതിപക്ഷ നേതാവ് കണ്ടെത്തിയ ആ 63 സീറ്റുകൾ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. VD സതീശനുമായി ഏറെ അടുത്തു നിൽക്കുന്ന പല ആളുകളും നമ്മുടെ മീഡിയ ഗ്രാമവുമായി കാലാകാലങ്ങളായി നല്ല സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് ആധികാരികമായി തന്നെ പറയാൻ കഴിയും. 63ഓളം സീറ്റുകളെ കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ നമുക്കതിനെ മലബാർ, മധ്യ കേരളം, തെക്കൻ കേരളം എന്നിങ്ങനെ 3ആയി തരം തിരിച്ചു തന്നെ പറയേണ്ടി വരും. അതിലാദ്യം മലബാറിൽ പെടുന്ന 6 ജില്ലകളെ കുറിച്ച് നമുക്ക് തുടങ്ങാം. അതായത് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ VD സതീശൻ പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് സൂചിപ്പിക്കുകയാണ് ഇവിടെ. ഇതിൽ നമുക്ക് ചില സ്ഥാനാർത്ഥികളുടെ വിവരം കൂടി ചെറുതായി കിട്ടിയിട്ടുണ്ടെങ്കിലും അതിവിടെ ആധികാരികമായി പുറത്തുവിടാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അത് 2ാമത്തെ ഘട്ടമാണ്. നമുക്ക് പാലക്കാട് ജില്ലയിൽ നിന്ന് തുടങ്ങാം. നിലവിൽ 2 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണ് ഇപ്പോൾ UDF ജയിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ. ഒന്ന് പാലക്കാടും 2 മണ്ണാർക്കാടും. എന്നാൽ പുതുതായി 3 സീറ്റുകൾ കൂടി പിടിച്ചെടുക്കാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒന്ന് പാലക്കാടും 2 മണ്ണാർക്കാടും. എന്നാൽ പുതുതായി 3 സീറ്റുകൾ കൂടി പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് VT ബലറാം 3300ഓളം വോട്ടുകൾക്ക് മാത്രം മന്ത്രി MP രാജേഷിനോട് പരാജയപ്പെട്ട തൃത്താല മണ്ഡലം, അതുപോലെ കുറെ കാലമായി കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന ഇപ്പോൾ CPIയുടെ മുഹമ്മദ് മുഹസിൻ MLA ആയിരിക്കുന്ന പട്ടാമ്പി എന്നീ സീറ്റുകൾ സുഖമായി പിടിച്ചെടുക്കാം എന്നുറപ്പിക്കുകയാണ് UDF നേതൃത്വം. അതേപോലെ ഏറെക്കാലം കോൺഗ്രസ് നേതാവ് അച്യുതന്റെ കയ്യിലുണ്ടായിരുന്ന എന്നാൽ ഇപ്പോൾ മന്ത്രി കൃഷ്ണൻകുട്ടി MLA ആയിരിക്കുന്ന ചിറ്റൂർ സീറ്റ് കൂടി കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ എത്തിക്കാമെന്ന വ്യക്തമായ ധാരണ പ്രതിപക്ഷ നേതാവിനുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ചിറ്റൂർ സീറ്റിന്റെ ഒരു പ്രത്യേകത, വലിയ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും അന്ന് 2021 അവിടെ കിറ്റ് വിതരണത്തിലും അതുപോലെ കൊറോണ സമയത്ത് കിട്ടിയിരിക്കുന്ന വലിയ സഹായത്തിന്റെയും ഒക്കെ പിൻബലത്തിലാണ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. അല്ല എങ്കിൽ കോൺഗ്രസ് വിജയിക്കേണ്ടുന്ന ഒരു മണ്ഡലം കൂടിയാണ് ചിറ്റൂർ. തമിഴ്നാടോട് അടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് കൊറോണ സമയത്ത് അനുഭവിച്ച വലിയ ബുദ്ധിമുട്ട് അവരെ വീണ്ടും പിണറായി വിജയന്റെ കിറ്റിലേക്ക് അടുപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതേതായാലും ചിറ്റൂർ UDFിൽ എത്തുമെന്ന് ഉറപ്പിക്കുകയാണ്. അതുപോലെ ഇനി മലപ്പുറം ജില്ലയിൽ എത്തുകയാണെങ്കിൽ ഒരു LDF സീറ്റ് ഏതാണ്ട് UDFിന് ഉറപ്പായിട്ടുണ്ട്. അത് നിലമ്പൂർ സീറ്റാണ്. PV അൻവർ തന്നെ UDFിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ അത് കോൺഗ്രസിന് ഉറപ്പായി കഴിഞ്ഞു.
മറ്റൊന്ന് കോൺഗ്രസിന്റെ തന്നെ സീറ്റായ തവനൂറാണ്. വെറും 2500ഓളം വോട്ടുകൾക്ക് മാത്രം KT ജലീൽ രക്ഷപ്പെട്ട തവനൂർ ഇത്തവണ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തി പിടിച്ചെടുക്കാം എന്ന തീരുമാനത്തിലാണ് കോൺഗ്രസും UDFും ഉള്ളത്. അതുപോലെ UDF ഉറപ്പിച്ചിരിക്കുന്ന താനൂർ സീറ്റ് മന്ത്രി അബ്ദുൾ റഹ്മാനോട് വെറും 950 വോട്ടുകൾക്ക് യുവ തുർക്കി PK ഫിറോസ് തോറ്റുപോയ മണ്ഡലം അതൊരു പകരം വീട്ടൽ കൂടിയായിരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. മറ്റൊരു മണ്ഡലം CPMൽ നിന്ന് പിടിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണെങ്കിലും പൊന്നാനിയാണ്. മലപ്പുറത്തിന്റെ പിണറായി വിരോധവും അതുപോലെ ശക്തമായ ഭരണവിരുദ്ധ വികാരവും കൊണ്ട് പൊന്നാനിയും ഇത്തവണ തങ്ങളുടെ കയ്യിൽ വരുമെന്ന് റിപ്പോർട്ട് ലഭിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ തീരദേശവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെതിരെ നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. നമുക്കറിയാം MP ഗംഗാധരനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ ജയിച്ച മണ്ഡലം കൂടിയാണ് പൊന്നാനി. ഇനി കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നാൽ രമയുടെ വടകരയും MK മുനീറിന്റെ കൊടുവള്ളിയും മാത്രമാണ് ഇന്ന് UDFിനൊപ്പം ഉള്ളത്. എന്നാൽ പ്രതിപക്ഷ നേതാവിന് കിട്ടിയ റിപ്പോർട്ടുകളും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും കൂടിയാകുമ്പോൾ അതിൽ ചില മണ്ഡലങ്ങൾ കൂടി ചേർക്കപ്പെടുന്നുണ്ട്. അതായത് DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ വെറും 5000-ൽ താഴെ വോട്ടുകൾക്ക് പരാജയപ്പെട്ട നാദാപുരവും അതുപോലെ പാലക്കൽ അബ്ദുള്ളയുടെ കുറ്റ്യാടിയും ഇത്തവണ UDFിനൊപ്പം ചേരുമെന്ന് ഉറപ്പിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വരെ. അതിനൊപ്പം തന്നെ കുടിയേറ്റ മണ്ഡലമായ തിരുവമ്പാടി ഏറ്റവും കൂടുതൽ ഭരണവിരുദ്ധ വികാരം തളം കിട്ടി നിൽക്കുമ്പോൾ അതിലും വലിയ സാധ്യതകളാണ് UDFിനുള്ളത്. മറ്റൊന്ന് കോഴിക്കോട് സൗത്ത് മണ്ഡലമാണ്. മുസ്ലിം ലീഗിന്റെ പരമ്പരാഗതമായ മണ്ഡലത്തിൽ നിലവിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ INLന്റെ അഹമ്മദ് ദേവർകോവിലാണ് MLA എങ്കിലും അതെല്ലാം നിലം പൊത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞു എപ്പോഴേ. അതുപോലെ തന്നെയാണ് കുന്നമംഗലവും. റഹീം എന്ന ഒരൊറ്റ MLAയുടെ മണ്ഡലത്തിലെ സ്വാധീനം കൊണ്ട് മാത്രം UDF മണ്ഡലം ഇടത്തോട്ട് പോയതാണ്. അതും ഇത്തവണ കോൺഗ്രസിനൊപ്പം പല കാരണങ്ങൾ കൊണ്ടും തിരിച്ചു വരും എന്നുറപ്പിക്കുകയാണ് റിപ്പോർട്ടിൽ. ആഞ്ഞു പിടിച്ചാൽ ഒപ്പം പോരാവുന്ന 2-3 മണ്ഡലങ്ങൾ കൂടി കോഴിക്കോട്ടുണ്ടെങ്കിലും അത് തൽക്കാലം ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല. ഇനി വയനാട് ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ ആകെയുള്ള 3 സീറ്റുകളിൽ 2 ഇപ്പോൾ UDFിന്റെ കയ്യിലാണ്. ഒറ്റ മണ്ഡലമാണ് മാത്രമാണ് LDFിന്റെ കയ്യിലുള്ളൂ. അത് മാനന്തവാടിയാണ്. മന്ത്രി OR കേളുവാണ് ഇപ്പോഴത്തെ അവിടുത്തെ MLA. പണ്ടത്തെ വടക്കേ വയനാട് മണ്ഡലമാണ്. കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായിരുന്നു രാഘവൻ മാഷിന്റെ കാലം തൊട്ടേ. കോൺഗ്രസിന്റെ ഈ കോട്ട തിരിച്ചു പിടിക്കും എന്നത് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഇനി കണ്ണൂർ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ പേരാവൂർ, ഇരിക്കൂർ എന്നീ 2 മണ്ഡലങ്ങൾ മാത്രം കയ്യിലുള്ള UDFിന് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ജില്ലയായി കണ്ണൂർ മാറും എന്നുള്ളത് സുധാകരന്റെ സംഘവും കോൺഗ്രസും UDFും ഉറപ്പിക്കുകയാണ്. അതിൽ കണ്ണൂർ നഗരവും അഴീക്കോടും CPMന്റെ കയ്യിൽ നിന്നും UDF പിടിച്ചെടുക്കുമെന്ന് ആധികാരികമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നമുക്കറിയാം ADM നവീൻ ബാബുവിന്റെ മരണവും CPMന്റെ നെറികേടുമെല്ലാം ഏറ്റവും അധികം ചർച്ചയാകുന്ന 2 മണ്ഡലങ്ങളാണിത്. അതോടൊപ്പം തന്നെ കൂത്തുപറമ്പ് മണ്ഡലം KP മോഹനൻ ഇപ്പോൾ LDF MLA ആണ്. അദ്ദേഹം 10000-ൽ താഴെ വോട്ടിന് ജയിച്ചൊരു മണ്ഡലമാണ്. മാത്രമല്ല ഒരുപക്ഷെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. മോഹനന്റെ പാർട്ടി തന്നെ UDFിൽ എത്തുമെന്നും UDFിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമെന്നും ഒക്കെ വാർത്തകളും വരുന്നുണ്ട്. കൂത്തുപറമ്പ് ഇതിനു മുൻപും UDFിന്റെ കയ്യിലുണ്ടായിരുന്നു. അന്ന് മോഹനൻ വിജയിച്ച് മന്ത്രിയൊക്കെ ആയതുമാണ്. ഏതായാലും 2-ൽ നിന്നും 5 സീറ്റിലേക്ക് UDF ഉയരും എന്നുള്ള ഒരു സൂചനകളും റിപ്പോർട്ടുകളുമാണ് UDFിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിൽ നിന്നും പുറത്തു വരുന്നത്. എന്നാൽ ഇനി മലബാറിലെ അവസാനത്തെ ജില്ലയായ കാസർഗോഡ് UDFിന് സീറ്റൊന്നും വർദ്ധിപ്പിക്കാൻ സാധ്യതയില്ല എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്നത്. ഇപ്പോൾ കാസർഗോഡ്, മഞ്ചേശ്വരം എന്നീ 2 മണ്ഡലങ്ങൾ മാത്രം UDFിന്റെ കയ്യിലുണ്ട്. അതും മുസ്ലിം ലീഗിന്റെ MLAമാരാണ് അവിടെ ഉള്ളത്. അത് നിലനിർത്തുന്നതല്ലാതെ കോൺഗ്രസ് മത്സരിക്കുന്ന മറ്റു 3 മണ്ഡലങ്ങളും വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, കഴിവുകെട്ട DCC നേതൃത്വം തന്നെയാണ്. ഭയവിഹ്വലനായ ഒരു മുയലിനെ പോലെ ജീവനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ തന്റെ കസേര നിലനിർത്താൻ വേണ്ടി പാർട്ടിയെ തന്നെ ഒരു MP-യുടെ കാൽക്കീഴിൽ കൊണ്ടുവച്ച് സാഷ്ടാംഗം വീണിരിക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. MP ആണെങ്കിൽ 2ാം പട്ടാഭിഷേകത്തോടുകൂടി പാർട്ടിയെ മറന്ന് നേതാക്കളെയും പ്രവർത്തകരെയും പുലഭ്യം പറഞ്ഞു നടക്കുകയാണ്. ഒരു ജില്ലയെ പറ്റി മാത്രം കൂടുതൽ വിവരിക്കുന്നത് ഈ വിശകലനത്തിന് അത്ര യോജിച്ചതല്ല. അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ചുരുക്കത്തിൽ
കോൺഗ്രസ് നേതൃത്വം നിർജീവമായ കാസർഗോട്ട് സീറ്റുകൾ കൂടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മഞ്ചേശ്വരം മണ്ഡലം നഷ്ടപ്പെടാതെ നോക്കിയാൽ അത്രയും ഭാഗ്യം. ഏതായാലും ശക്തനായ പ്രതിപക്ഷ നേതാവ് UDF-നെ ഭരണത്തിൽ തിരിച്ചെത്തിക്കാനുള്ള ഒരു ശ്രമത്തിനുള്ളിൽ ഉണ്ടാക്കിയ ഈ മഹത് ഉദ്യമത്തിൽ വ്യക്തമായ റിപ്പോർട്ടുകൾ ലഭിക്കുമ്പോൾ അതിൽ മലബാറിൽ നിന്ന് നിലവിലുള്ള 20ഓളം സീറ്റുകളെക്കാളും 16 സീറ്റുകൾ കൂടുതലായി കിട്ടുമെന്നും അങ്ങനെ ഒരു വർധനവ് ഉണ്ടാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പൊതുവെ CPM-ന്റെ കോട്ട എന്നറിയപ്പെടുന്ന മലബാറിൽ അവിടെ തന്നെ 16 സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് UDF-ന് വലിയ നേട്ടമാണ്. ഭരണം ലഭിക്കുന്നതിന്റെ സൂചന തന്നെയാണത്. ഭരണവിരുദ്ധ വികാരം ശക്തമാണെങ്കിലും പൊതുവെ പക്ക രാഷ്ട്രീയ വോട്ടുകൾ കൂടുതലുള്ള മലബാറിൽ 16 സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ VD സതീശന്റെ ഈ റിപ്പോർട്ടുകൾക്ക് കഴിഞ്ഞാൽ അത് UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുജീവൻ തന്നെയായിരിക്കും.